ഈ ഫാമേഴ്സ് ആക്ടിൻ്റെ ഒരു ക്രിട്ടിക്സ്. ഇപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ഫാമേഴ്സിനും മാർക്കറ്റ് സിസ്റ്റത്തിനും ഒരു കോമ്പറ്റേറ്റീവ് രീതിയിലുള്ള ഒരു മാർക്കറ്റ് വാല്യബിലിറ്റി വരുന്നുണ്ട്. ഈ പ്രകാരം തന്നെ നല്ലൊരു ബെറ്റർ പ്രൈസും ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടും. പക്ഷേ ഈ ഒരു ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം വരുമ്പോൾ ഒരു മോണോപോളിസ്റ്റിക് നേച്ചർ ബയേഴ്സിൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഒരു മോണോപോളിസ്റ്റിക് നേച്ചർ എന്ത് ചെയ്യാം, ബയേഴ്സിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഫാർമേഴ്സിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ മാർക്കറ്റിംഗ് എക്കോസിസ്റ്റം ക്രിയേറ്റഡ് ത്രൂ ദ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ആൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ട്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുമെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യും. ഒരു ബെറ്റർ പ്രൈസ്, മിനിമം സപ്പോർട്ട് പ്രൈസിനേക്കാൾ ഒരു ബെറ്റർ പ്രൈസ് മാർക്കറ്റ് എക്കോസിസ്റ്റം ഈ ഒരു ആക്ട് പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മോണോപ്പൊളിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഈ MSP ഇതിനേക്കാളും കൂടുതൽ ഒരു പ്രൈസ് കിട്ടുന്ന രീതിയൊക്കെ മാറും. അത് ശരിക്കും ഫാമേഴ്സിനെ റിസ്ക് ചെയ്യുന്ന രീതിയാണ്. പിന്നെ അടുത്തത് ഒരു ക്രിട്ടിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഫാർമേഴ്സിനോ അല്ലെങ്കിൽ സെല്ലറിനോ അല്ലെങ്കിൽ ട്രേഡേഴ്സിനോ ഒരു സിവിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അധികാരം ഇതിലില്ല. ഏറ്റവും വലിയ പ്രോബ്ലമാണ് സിവിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത, ഈ ഒരു ആക്റ്റിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതി. അപ്പോൾ ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നത് ഏരിയ SDMും അല്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഫൈനലായിട്ട് കളക്ടറോ അല്ലെങ്കിൽ അഡീഷണൽ കളക്ടറോ ഒരു ആപ്ലറ്റിക് അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു SDM രീതി മാത്രമേ ഈ ഒരു ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സിവിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തത് ഇത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. പിന്നെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ക്ലിയറിംഗ് കോർപ്പറേഷനിൽ ഈ ആക്ടിലെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല. ഇതും വലിയൊരു ക്രിട്ടിക്സ് തന്നെയാണ്. പിന്നെ ഫാർമേഴ്സ് എല്ലാവരും ടെക്നോളജിക്കലി ഓറിയൻറ്റഡ് ആയ ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഓൺലൈനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി അറിയാൻ പറ്റില്ല. പിന്നെ വേറൊരാളുകളെ സമീപിക്കുമ്പോൾ എത്രത്തോളം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. പിന്നെ മന്ത്ലീസ് വർക്കേഴ്സ് അൺഎംപ്ലോയ് ആവും. ഈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നില്ലെങ്കിൽ മന്ത്ലീസ് വർക്കേഴ്സ് ബിക്കം അൺഎംപ്ലോയിഡ് ആവും. ഇതൊരു പ്രോബ്ലമാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ താഴെ പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ, ഒരു ലീഗൽ പ്രൊവിഷൻസ് ഈ ആക്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്രിട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാർമേഴ്സ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് മോണോപ്പൊളി വരുമോ എന്നുള്ള പ്രോബ്ലംസ്, പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ ബിലോയിൽ പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ലീഗൽ പ്രൊവിഷൻസ് ഒന്നും എന്തിലില്ല, ഈ ഒരു ആക്റ്റിലില്ല. അപ്പോൾ ഈ മോണോപ്പൊളിസ്റ്റിക് നേച്ചർ വരുമ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ ലെവലിൻ്റെ താഴേക്കും ചിലപ്പോൾ വന്നേക്കാം. പിന്നെ കോർട്ടിനെ സമീപിക്കാൻ പറ്റില്ല. പിന്നെ 25,000 to 5 lakh ആണ് ഇതിൻ്റെ ഒരു പെനാൽറ്റി വരുന്നത്. അതിൻ്റെ അത്രയും ഒരു പെനാൽറ്റി ഉള്ളതുകൊണ്ട് ഈ ചാൻസസ് ടു ബിക്കം എ മോണോപ്പൊളിസ്റ്റിക് നേച്ചർ ഇൻ മാർക്കറ്റ് ലെവലിൽ ഉണ്ടാവാം.